നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയായ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. സിനിമാ മേഖലയിലെ തൻ്റെ മുൻകാല ബന്ധങ്ങളെയും ജീവിതത്തിൽ താൻ ചെയ്ത പോരാട്ടങ്ങളെയും കുറിച്ച് ഡോക്യുമെൻ്ററിയിൽ നയൻതാര പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ മുൻ കാമുകന്മാരിൽ ഒരാൾ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. ഡോക്യുമെൻ്ററിയിൽ മുൻ കാമുകൻ്റെ പേര് വെളിപ്പെടുത്താതെയായിരുന്നു താരം ആ കാര്യം പങ്കുവച്ചത്. "എനിക്കൊരു ഓപ്ഷൻ ഉള്ളതുപോലെ ആയിരുന്നില്ല ഇത്. എന്നോട് സിനിമ വിടാൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചു" എന്നായിരുന്നു നയൻതാര ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞത്. എന്നാൽ ഇത് പ്രഭുദേവ ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന റിപ്പോർട്ടുകൾ. 2010-13 കാലഘട്ടത്തിലായിരുന്നു നയൻതാരയും പ്രഭുദേവയുമായുള്ള ബന്ധം. വിജയ്ക്കൊപ്പം നയൻതാര അഭിനയിച്ച 2009-ൽ പ്രഭുദേവ സംവിധാനം ചെയ്ത വില്ല് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇരുവരും ഡേറ്റിംഗ് ജീവിതം ആരംഭിച്ചത്. ആ സമയത്ത് പ്രഭുദേവ വിവാഹിതനായിരുന്നു. എന്നിരുന്നാലും ഭാര്യയെ ഉപേക്ഷിച്ച് നയൻതാരയെ വിവാഹം കഴിക്കാനുള്ള പദ്ധതി പ്രഭുദേവ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നത് വിവാദങ്ങൾക്കിടെയായിരുന്നു. ഇരുവരും 4 വർഷത്തോളം പ്രണയത്തിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. നയൻതാരയും തൻ്റെ കയ്യിൽ പ്രഭുദേവയുടെ പേര് പച്ചകുത്തിയിരുന്നു. 2009-ൽ അവർ വിവാഹിതരാകുമെന്നും ശ്രീരാമരാജ്യം എന്ന ചിത്രം നയൻതാരയുടെ അവസാന ചിത്രമായിരിക്കുമെന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പ്രഭുദേവയുടെ ഭാര്യ വിയോജിപ്പുമായി പരസ്യമായി എത്തിയിരുന്നു. ഇരുവരും വിവാഹം കഴിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ എത്തിയെങ്കിലും പിന്നീട് വേർപിരിയുകയായിരുന്നു. അതിനുശേഷം നയൻതാര 2011-ലും 2012-ലും ഇടവേളയെടുത്ത് ആര്യയുടെ രാജാ-റാണിയിലൂടെ തിരിച്ചുവരവ് നടത്തി. ഒരിക്കലും താൻ തൻ്റെ ഭാഗം ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ തന്നെപ്പറ്റി പല രീതിയിൽ കഥകൾ എഴുതിയിരുന്നു. കൂടാതെ അവയെല്ലാം വളരെ മോശമായ രീതിയിലായിരുന്നുവെന്നും എല്ലായ്പ്പോഴും സ്ത്രീകളെ മാത്രം ഇത്തരം കാര്യങ്ങളിൽ ആളുകൾ ചോദ്യം ചെയ്യാറുള്ളൂവെന്നും തനിക്ക് നേരെ വന്ന ചോദ്യങ്ങളൊന്നും തൻ്റെ മുൻ കാമുകന് നേരെ ഉയർന്നിരുന്നില്ല എന്നും ഡോക്യുമെൻ്ററിയിൽ നയൻതാര പങ്കുവച്ചു. കൂടാതെ താൻ വളരെ എളുപ്പത്തിൽ ആളുകളെ വിശ്വസിക്കുമെന്നും നയൻതാര പറയുന്നു. സംവിധായകനും ഗാനരചയിതാവുമായ വിഘ്നേഷ് ശിവനാണ് നയൻതാരയുടെ ഭർത്താവ്. ഇരുവർക്കും ഇരട്ടകളായ ഉയിരെന്നും ഉലകെന്നും പേരുള്ള ആൺകുട്ടികളുണ്ട്.